സമാധാനമായിട്ട് കഴിയാ പോരായോ? ഇത് കഴിഞ്ഞിട്ട് നിനക്ക് മധുരയ്ക്ക് പോണോ? எங்களை மாதிரி யங்கானவங்க எல்லாம் இந்த மாதிரி ஸ்பீடா வேலையெல்லாம் தீர்க்கும். உங்களை மாதிரி ரொம்ப பிராயமானவங்கலாம் மெதுவா ஒச்செளையற மாதிரி இளைஞ்சுதான் எல்லா வேலையும் முடிப்பீங்க. അയ്യോ, ഈ പാത്രം കഴുകി വെച്ചേക്കുന്നുണ്ടോ? സോപ്പും പത പോയിട്ടില്ല. വഴ വഴ കൊഴ കൊഴാന്നിരിക്കുന്നു. ഇത് നല്ലപോലെ കഴിയണം. ഇങ്ങോട്ട് പറഞ്ഞാൽ കഴിക്കോളാം. இதுல எங்கம்மா வழ வழ கொழ கொழான்னெல்லாம் நல்லாத்தான் இருக்கு. ഇതിനകത്ത് വഴ വഴ കൊഴ കൊഴാന്നുണ്ട്. നീ ഇങ്ങോട്ട് പറയേ, ഞാൻ കഴിക്കോളാം. முடியாது. இது நான் தானே விளக்கி வச்ச பாத்திரம். இது நானே விளக்குவேன். கொடுங்க. പറയുന്നത് കേക്ക് കനകം. ഇത് ഞാൻ കഴിക്കോളാം. നീ കഴിയാൻ ശരിയാവത്തില്ല. அம்மா இது நான் விளக்கி வச்ச பாத்திரம் தானே. பின்ன எதுக்கு நீங்க விளக்கணும்? നീ വൃത്തിയായിട്ട് കഴിക്കില്ല. അത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ്. அம்மா நான் விருத்தியாயிட்டெல்லாம் விளக்கி இருக்கேன். நீங்க தான் சும்மா ஒரு சொல்றீங்க. நீ இങ്ങോട്ട് പറയേ, ഞാൻ കഴിക്കോളാം. அம்மா வேண்டாமா, முடியாது. நான் கொடுக்க மாட்டேன். இது என்னோட ப்ரொஃபஷன். நீங்க வந்து தலையிடக்கூடாது. എന്തോ പറഞ്ഞേ? എന്റെ പ്രൊഫഷനോ? ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിന്നെ நான் உங்களை மாதிரி 2ஆம் கிளாஸா? நான் வந்து 9ஆம் கிளாஸ். 9ஆം ക്ലാസ് 10ആം ക്ലാസ്. ഇങ്ങോട്ട് മാറി, ഞാൻ കഴിക്കോളാം. முடியாது முடியாது முடியாது. അഹങ്കാരം കണ്ടോ? പറഞ്ഞാ കേക്കത്തുമില്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് മാറി. அம்மா മാറാനല്ലേ പറഞ്ഞു. முடியாது. அம்மா எனக்கு அகங்காரம் எல்லாம் இல்ல. உங்களுக்கு தான் அகங்காரம் எல்லாம். നിനക്ക് അഹങ്കാരം, எனக்கு இல்ல. ഇങ്ങോട്ട് മാറി. എടാ കേശു, കണ്ടോ? ഞാൻ പറയുന്ന ഒരു വാക്ക് കേക്കത്തില്ലടാ. டே கேசு, நான் இந்த வீட்டுல அங்கம் தானே. அதனால எனக்கும் பேசுறதுக்கு உரிமை இருக்கு. നീ ഇവിടുത്തെ അംഗമായി പോയി. അതാ നിനക്ക് ഇത്ര അഹങ്കാരം. அம்மா அகங்காரம் மட்டும் சொல்லாதீங்க. எனக்கு அகங்காரம் எல்லாம் இல்ல. കണ്ടോ? അവള് ധിക്കരിച്ച് സംസാരിക്കുന്നത് നീ കേട്ടോ? കേട്ടോ? டேய், நான் திக்கரிச்செல்லாம் பேசலடா. இந்த பாரு, நான் விளக்கி வச்ச பாத்திரம். இது எனக்கே விளக்கணும். சொல்லு. ഒരു പാത്രം കഴുകണതിന്റെ പേരിലാണ് ഇത്ര തല്ലുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ അവൾക്ക് കേട്ടാലേ? பாரு, அம்மாக்கு தான் கோவம் ஜாஸ்தி. யாரு என்ன சொன்னாலும் அம்மா கேட்கவே மாட்டாங்க. எல்லா விஷயத்திலும் அம்மாக்கு ஜெயிக்கணும். എനിക്ക് ജയിക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴുകാന്ന് പറയുന്നത്. നീ അങ്ങോട്ട് മാറും. முடியாது. இந்த விஷயத்துல நீங்க ஜெயிக்க விட மாட்டேனா? ഞാൻ നിന്നെ വിട മാട്ടേട്ടാ. ഈ വിഷയത്തിൽ ഞാൻ ജയിച്ചു. നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാൻ കഴുകോളാം പാത്രം. ഞാൻ കഴുകോളാം പാത്രം. അമ്മൂമ്മ അവിടെ പോയി കുറച്ചു ഇരുന്നേ. ചെല്ലമ്മ പോമ്മ. ഒരു 5 മിനിറ്റ് അവിടെ പോയി അമ്മൂമ്മ പോമ്മ ചെല്ലേ. பாரு நான் கோவத்தை. അവിടെ അപ്പുറത്തെ തുണികളൊക്കെ ഇട്ടിട്ടില്ലേ, ഉണങ്ങി. ഇപ്പം എനിക്കൊന്ന് മഴ പെയ്യുന്നെന്ന് തോന്നുന്നു. പെട്ടെന്ന് ചെന്നത് എടുത്തില്ലെങ്കിൽ മൊത്തം നനഞ്ഞു പോകും. ഒന്ന് ചുമ്മാ കൊണ്ട് ചെന്നേ. അങ്ങോട്ട്. കനകം കനകം എന്തേ? തേങ്ങ പൊതിച്ചു വെക്കാമെന്ന് പറഞ്ഞായിരുന്നു. പൊതിച്ചു വെച്ചോ എന്തുവന്നാ? മോളെ കനകം. என்னம்மா? അവിടെ ഉണ്ട്. ചേച്ചി എന്തോന്ന് പറഞ്ഞു? വായിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ? ചേച്ചി ചെന്നൈ പോയതിനു ശേഷം ചേച്ചിക്ക് ആരോഗ്യം വെച്ചു. അതിന് ചേച്ചി കൊറേ നാളായില്ലേ നമ്മള് മുട്ടിയിട്ട്? ഒന്ന് മുട്ടിയാലാ? നിനക്ക് എന്തോന്ന് വെച്ചാ വയ്യേ? പോയാട്ടെന്ന്. അപ്പൊ ചേച്ചിക്ക് ശക്തിയില്ല അല്ലേ? നിനക്കിപ്പോ എന്താണ് പ്രശ്നം? ചേച്ചി എന്നോട് മുട്ടുന്ന ഇച്ചിരി വലുതായെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും പഴച്ചെടുക്കില്ല കേട്ടാ. ഞാൻ നല്ലൊരു ഇടി ഞാൻ അപ്പുറത്ത് പോയി കിടക്കും. ഇടി വേണോ നിനക്ക്? എന്നാ പിന്നെ എനിക്കൊന്ന് നോക്കണമല്ലോ. എന്തോ നീ രാവിലെ തന്നെ ഫൈറ്റ് മോഡിലാണ്. എന്റെ പാട്ടിന് വിട്ടൂടെ? ഞാൻ ഫൈറ്റ് മോഡ് തന്നെ. ശരി. പിന്നെ പിച്ചി മാന്തി നുള്ളിന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ ഇല്ല.
എന്തിനാണെന്ന് എവള് രാവിലെ തുടങ്ങിയതാണ്. രാവിലെ ഒരു കാര്യമില്ല, എന്നെ ഒന്ന് രണ്ട് തല്ലി. തല്ലിയിരുന്ന കുഴപ്പമില്ലായിരുന്നു. നിക്കില്ല തല്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പ്രാവശ്യത്തേക്ക് വിട്ടേക്കുന്നു, പിന്നെ പിടിച്ചോളാട്ടാ. ഓ നീ എന്റെ മേലത്തെ കൈവച്ച ഞാൻ അമ്മൂമ്മ വിളിച്ചു വരുത്തും. അറിയാല, അമ്മൂമ്മ ഒന്നാമത്തെ നിന്നെ നോക്കി വെച്ചേക്കുവാ. കയ്യിൽ കീഴ രണ്ടടി ഉറപ്പാണ്. അമ്മൂമ്മ എന്നെ അടിക്കത്തൊന്നുമില്ല. അമ്മൂമ്മക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ. പിന്നെ ഒരു ജീവൻ വന്നേക്കണ്. ചേച്ചിക്ക് അറിയത്തില്ലേ, അമ്മൂമ്മ സ്വരിക്കൂട്ട് വെച്ചേക്കുന്ന പൈസയൊക്കെ എനിക്ക് വേണ്ടിയാ. ചേച്ചി കേട്ടിട്ടില്ലേ അമ്മൂമ്മ പറയുന്നേ? എന്നിട്ട് എന്താണ് രാവിലെ തന്നെ പിള്ളേരെല്ലാം കൂടെ ഒരു വഴക്ക്? ഇവിടെ വഴക്കുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമൊക്കെ വേണം എന്റെ അളിയാ. പ്രത്യേകിച്ച് ശിവചേച്ചി വരുമ്പോ. പെണ്ണ്, നിനക്ക് മാത്രമാണ് എന്റെ വിലയിലെത്തത്. അളിയ കേൾക്കണം അളിയാ, ഞാൻ ഇപ്പൊ കുറച്ചു ദിവസം ആയാലും ഇവിടെ വന്ന് നിൽക്കുന്നു. ചെന്നൈന്ന് എന്നെ വിളിയോട് വിളി. എന്തോന്ന് ചീത്തവിളിയാ? ചീത്തവിളിയല്ല, തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ എന്താണ് പോവാത്തത്? അമ്മമ്മയ്ക്ക് 24 മണിക്കൂറും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. പിന്നെ ഞാൻ എങ്ങനെയാ പോവാ? അത് ശിവാനി പറഞ്ഞത് വളരെ കറക്റ്റാ. ശിവാനി ഇവിടെ ഇല്ലാത്തപ്പോഴേ അമ്മ എപ്പോഴും പറയും, ശിവാനി മോൾ എന്നാ വരിക, ശിവാനി മോൾ എന്നാ വരിക, ശിവാനി മോൾ എന്നാ വരിക. അമ്മമ്മയ്ക്ക് എപ്പോഴും ഞാൻ എന്നുള്ളൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ അമ്മൂമ്മമാരെ കഴിഞ്ഞ? എന്തൊരു സ്നേഹമാ. പിന്നെ 24 മണിക്കൂർ ശിവ 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 എന്നാണല്ലോ അമ്മൂമ്മയുടെ മനസ്സിൽ. ഏച്ചു പോടി വിടും. പിന്നെ എന്ത്, അമ്മൂമ്മ 24 മണിക്കൂർ നിന്നെ പറ്റിയാണ് ആലോചിച്ചോണ്ടിരിക്കണത്. അമ്മമ്മയ്ക്ക് എന്താ പറയുക പണിയില്ല? അതിപ്പോ നീ എന്നെ കളിയാക്കി പറഞ്ഞതാണ്. എങ്കിലും അമ്മൂമ്മക്ക് ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അതെന്താ കാരണമെന്നറിയോ? ചേട്ടൻ എന്തെങ്കിലും വള്ളി പിടിക്കുമോന്ന് ആലോചിച്ചിട്ട്. പാറൂസ് അത് പറഞ്ഞത് കറക്റ്റ്. എനിക്കും ഉണ്ടാ ടെൻഷൻ. നീ എന്തെങ്കിലും വള്ളി പോയി പിടിക്കുവോ? പക്ഷെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മക്ക് ഭയങ്കര ടെൻഷനാ. അതിന് നീ വീട്ടിൽ എങ്ങോട്ടേക്കാണ് മാറി നിന്നിട്ടുള്ളത്? സ്കൂളിൽ പോകാൻ പോലും നീ ഗേറ്റ് കടന്ന് പോവാറില്ല, അപ്പോഴാണ് മാറി നിക്കണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ അങ്ങോട്ടും ഇവിടും തല്ലി തീർത്തോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടില് അമ്മൂമ്മക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്റെ അടുത്താണ്. എടി, അത് എന്റെ അടുത്താണ് സ്നേഹം. നിന്റെ അടുത്തൊക്കെ ചുമ്മാ കാണിക്കണമെന്നേ ഉള്ളൂ. കാരണം എല്ലായിടത്തും തുല്യത വേണമെന്നാണല്ലോ. പിന്നെ ഞാനും അതങ്ങനെ അങ്ങ് വിടും. നിങ്ങൾ ഈ സ്നേഹത്തിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, കണ്ടാ കീരിയും പാമ്പും പോലെ ആണെങ്കിലും അമ്മമ്മയ്ക്ക് ലച്ചൂസിന്റെ അടുത്ത് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടോന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടാ. ഓ പിന്നെ അമ്മൂമ്മയുടെ തലവേദനയല്ലേ ചേച്ചി, നാഴിക്ക് 3 വട്ടം പറയുകയും ചെയ്യല്ലോ. നാഴിക്ക് 3 വട്ടം? എന്തോന്ന്? നാഴികയ്ക്ക് 40 വട്ടം. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അതിന്റെ ബാക്കി പറയാൻ നിൽക്കല്ലേ കേട്ടോ, തെറ്റിപ്പോ ഇതുപോലെ. നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, എന്താണെങ്കിലും ഇല്ല. നീ അമ്മൂമ്മ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴേ പങ്കുവയ്ക്കൂല്ലോ നമുക്കൊക്കെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാ? 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 എനിക്കാ. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അതില്ലേ ചേട്ടൻ ആക്രാന്തം കൂടുതലുള്ളതുകൊണ്ട്. ഓക്കെ, അമ്മൂമ്മയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അത്ര തന്നെ. അല്ല, ഞാനുള്ളത്. അല്ല, എന്നാലും ലച്ചൂസിന്റെ അടുത്ത് ഇച്ചിരി സ്നേഹം കൂടുതലില്ലേ? അതെ, എന്റെ അടുത്താണ് സ്നേഹം കൂടുതൽ. എന്റെ അടുത്താണ് അമ്മമ്മക്ക് സ്നേഹം കൂടുതല്. നിങ്ങൾ രണ്ടുപേരുടെ അടുത്തല്ല, എന്റെ അടുത്താ. എന്റെ അടുത്താണ് സ്നേഹം കൂടുതൽ. എന്റെ അടുത്താ. ഒറ്റ കാര്യം, അമ്മൂമ്മ അടുത്ത് ചോദിച്ചാ പോരെ കൊച്ചുമക്കളിൽ ആരോടാണ് സ്നേഹം കൂടുതൽ? അതിപ്പോ ഞാൻ ശരിയാക്കി തരാം. അമ്മമ്മേ, അമ്മൂമ്മ ഇങ്ങോട്ട് വാ. എന്റെ കൊച്ചെ, എന്തോന്ന് വെച്ച കാര്യം പറ. വേദനിക്കുന്ന നീ എന്തോന്ന് വെച്ച കാര്യം ഒന്ന് പറഞ്ഞേ. പറയാന്ന് പറഞ്ഞില്ലയോ? அம்மா உங்களுக்கு எப்பவுமே கால் முட்டு தானே வலிக்கும், பின்ன என்ன கை? ഇപ്പൊ കൈയും വേദനിക്കുന്നു. എന്തുവാ കാര്യം പറ. അമ്മമ്മ എന്നും പറയുന്നാല് എല്ലാരും ഒരുപോലാന്ന് പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളെ ഉറപ്പിച്ച് പറയണം. എന്റെ പൊന്നു പാറു, നീ അമ്മൂമ്മ അടുത്ത് കാര്യം കൃത്യമായിട്ട് പറ, എന്നാലല്ലേ അമ്മൂമ്മക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഡീൽ ചെയ്യാം. അമ്മുമ്മ, നമ്മൾ ഈ ചർച്ച ഇതിനു മുന്നേ പലതവണ ഈ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമുക്കൊരു ക്ലിയർ കട്ട് ആൻസർ വേണം, കേട്ടല്ലോ. അടുത്തവള് ഇപ്പഴല്ലേ അളിയൻ പറഞ്ഞത് വളർത്തിരിക്കാതെ നേരെ കാര്യം പറയാൻ. ഞാൻ പറയാം. അമ്മുമ്മ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോഴി അതൊരു 20 മുട്ട ഇട്ടു.
വേണ്ട 10 മുട്ട കിട്ടും അതൊരു 10 മുട്ട അങ്ങ് വിരിഞ്ഞു. അതില് കുറെ എണ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോയി, അതില് കുറെ എണ്ണം വയ്യേ പോന്ന് ചത്ത്, അതില് കുറെ എണ്ണം കറി വെച്ച് കഴിച്ചു. ഇനി പോയാടാ അവിടുന്ന്. അമ്മുമ്മ കൊച്ചുമക്കളിൽ അമ്മുമ്മയ്ക്ക് ഏറ്റവും സ്നേഹം കൂടുതൽ ആരോടാണെന്ന് അമ്മുമ്മ ഇപ്പൊ വ്യക്തമാക്കണം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. இதுவா கேள்வி? இதுக்கு என்ன, அம்மாக்கு எல்லாரையும் ஒரே மாதிரி பிடிக்கும் இல்லம்மா? കനകം ചെയ്യണോ നമ്മുടെ അമ്മൂമ്മ? இல்ல. അമ്മൂമ്മയല്ലേ? അമ്മൂമ്മ പറ. അല്ലെങ്കിലേ പണ്ട് തൊട്ടുള്ള ഏർപ്പാടാണത്. ഏതമ്മയോടോ ഏതമ്മൂമ്മയോടോ ചോദിച്ചാലും ഇവരൊക്കെ പറയും എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. അതെങ്ങനെ ശരിയാവും? ഏതെങ്കിലും ഒരാളെ കുറച്ചിഷ്ടം കൂടുതലായിരിക്കും. അതാരും നമുക്ക് ഇപ്പൊ അറിയണം. അത്രേ ഉള്ളു കാര്യം. വേം പറ. அது நீ சொன்னது ரொம்ப கரெக்ட் சிவா. என்னோட பாட்டிக்கு நிறைய பேர குழந்தைங்க இருந்தாங்க. ஆனாலும் அவங்கள்ட்ட யார பிடிக்கும்னு கேட்டா அவங்க டக்குன்னு சொல்லுவாங்க என்னன்னு. எவ்வளோ வாட்டி அவங்க சொல்லியிருக்காங்க. അതുപോലെ അമ്മൂമ്മ ടക്കനെ പറയും. അമ്മൂമ്മ അങ്ങോട്ട് പറ. അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമാവത്തില്ലേ? പിന്നെ അത് നിങ്ങളുടെ മനസ്സിലിരിക്കും. അങ്ങനൊന്നും പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? കൊച്ചുമക്കളിൽ ഒരാളോട് അമ്മുമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ ഉണ്ട് എന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ? എന്ത്? அப்படி சொல்ல முடியாது. அது என்ன கொச்சு மக்கள்கிட்ட மட்டும், வேற யாராச்சும் கூட ஆகலாம்ல. എന്റെ കനകം, നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഈ പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളുന്ന എന്തിനാ നീ? അമ്മുമ്മ ഇവർക്ക് വിഷമാവത്തൊന്നുമില്ല. അമ്മുമ്മ അങ്ങ് പറയണം ലച്ചൂസിനോടാണ് സ്നേഹം കൂടുതൽ എന്ന് അങ്ങോട്ട് പറ. പിന്നെ ചേച്ചിയുടെ അടുത്ത് അമ്മൂമ്മ ഇവർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, അമ്മൂമ്മ എന്റെ പേരങ്ങ് പറ. അപ്പൊ ഇവരുടെ സംശയമൊക്കെ അങ്ങ് മാറുമല്ല. പൊന്നു പെണ്ണെ ഒന്ന് പോടന്ന്. നീ നിൽക്കുന്ന അമ്മൂമ്മയുണ്ടല്ലോ, ഞാൻ ആദ്യം കോളേജില് അതായത് ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് 3 ദിവസം ഉറങ്ങാണ്ടിരുന്നത്. അയ്യോ എന്റെ ശിവമോളെ പോവല്ലെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട്. അല്ലേ അമ്മൂമ്മ? പറ, എന്റെ പേരങ്ങ് പറ. നീയൊക്കെ ചുമ്മാ കിടന്ന് ചോദിച്ച് അവസാനം അമ്മൂമ്മ എന്റെ പേര് വല്ലതും പറയും. അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് നശിപ്പിക്കല്ലേ. പിന്നെ അമ്മൂമ്മ കുഴപ്പമില്ല, പറ എന്റെ പേരങ്ങ്. പറയട്ടെ, എനിക്കേ കൊച്ചുമക്കളെ ആരും ഇഷ്ടമല്ല. അല്ല അമ്മൂമ്മ അതിപ്പോ എന്തിനാണ് പറഞ്ഞിട്ട് പോയത്? കൊച്ചുമക്കളിൽ ആരെയും ഇഷ്ടമല്ല. ഒരു അമ്മൂമ്മയ്ക്ക് പറയാൻ കൊള്ളുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. அம்மா சொல்லுங்க அம்மா, உங்களுக்கு யார பிடிக்கும்னு? അമ്മൂമ്മ ജാട ഇറക്കാതെ പറയുന്നുണ്ടോ? എന്റെ കൊച്ചെ, നീ നിന്റെ ജോലി നോക്കിപ്പോയേ. ചുമ്മാതെ എന്റെ പുറകെ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? பாரு, இப்படி எல்லாம் கேட்டா அம்மா சொல்ல மாட்டாங்க. ரொம்ப அன்பா பாசமா செல்லமா கேட்டா சொல்லுவாங்க. அம்மா யார பிடிக்கும் அம்மா? കനകം, നീ ചുമ്മാതെ പിള്ളേരെ ഇളക്കി വിടാൻ നിക്കല്ലേ കേട്ടോ. என்னம்மா இது, அவங்களுக்கும் ஆசை இருக்கும்ல தெரியறதுக்கு. ഓ, ഇതൊരു വല്ലാത്ത ആശ തന്നെയാ. ലച്ചൂസ് വിളിക്കുന്നുണ്ടല്ലോ. ലച്ചൂസ്, നീ എപ്പോഴാ പറഞ്ഞേ? ഞാൻ വിളിക്കാൻ പറഞ്ഞോ? ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. ഇവിടെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര അലമ്പ്. ഇല്ല, വേറൊന്നും ഇല്ല. പിള്ളേർക്കേ അമ്മുമ്മയിൽ നിന്നൊരു കാര്യം അറിയണം. കൊച്ചുമക്കളിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് ലച്ചൂസിന് അറിയണം. അത് ശരിക്കും? ഓക്കേടി, ഓക്കെ. ഇവളുടെ കാര്യം അറിയാ, ഒന്നും പറയണ്ട. എന്തോ മോനെ, എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ വെച്ചാൽ കാര്യം പറ. അമ്മുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ളത് ആരോടാണെന്നൊന്നും അവൾക്ക് അറിയണ്ട. പക്ഷെ അവളൊരു കാര്യം പറഞ്ഞു. അവൾക്ക് ഒട്ടും പിടിക്കാത്തതേ സ്വഭാവം കൊണ്ട് അമ്മുമ്മയാണ്. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അവൾ അങ്ങനെ പറയും. എന്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാലേ അവൾ എന്നോട് വഴക്കുണ്ടാക്കാൻ നിക്കത്തില്ലയോ? വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. அம்மா என்னம்மா இது, நீங்க வேற. லெச்சுக்கு உங்களை தான் ரொம்ப பிடிக்கும், உங்களுக்கும் தெரியும். அவ சும்மா ஜோக்குக்கு சொன்னது. എന്നെ അവൾ അങ്ങനെ പിടിക്കണ്ട. ഞാൻ അവളെ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാന്ന് അറിയാവോ നിങ്ങൾക്ക്? അതൊന്നും തൽക്കാലം അറിയേണ്ട ആവശ്യം നമുക്കിപ്പോ ഇല്ലല്ലോ. കാരണം നമ്മുടെ വിഷയം അതല്ലല്ലോ.
കം ബാക്ക് ടു ദ ടോപ്പിക്. കൊച്ചുമക്കളിൽ അമ്മൂമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? പറ. എന്താ ഇത് എവിടെ നേരിട്ട് ഇത് വിട്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടേ നിന്റെ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണോടെ? കൊറേ ആയല്ലോ ഇതിപ്പോ. നീക്ക് എന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, അതാണ് പറഞ്ഞേ. അമ്മൂമ്മ ഇപ്പം ആരെങ്കിലും അമ്മൂമ്മ എടുത്ത് നമ്മുടെ കൊച്ചുമക്കളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയണ ആരുടെ പേരാ? ആരുടെ പേരാ? എന്റെ പേരാ. മാത്രല്ല പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തുമില്ല. എങ്ങനെ നിർത്താനാ? മോശ അഭിപ്രായം അത്രയ്ക്ക് കിടക്കുമല്ലേ? വീണ്ടും കൂടെ. ആ சரி வர. அம்மாவோட மனசுக்குள்ள ஒரு பேர் இருக்கு. நம்ம நல்லா கேட்டுனா அவங்க டக்குன்னு சொல்லுவாங்க. അതവിടെ നിക്കട്ടെ. നിനക്ക് ഇവരിൽ ആരെയാ ഇഷ്ടമെന്ന് നീ ഒന്ന് പറഞ്ഞേ. ലച്ചു, കേശു, ശിവ, പാറു. പറ. നമുക്ക് കറയാൻഡി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കറയാൻഡി പറയാൻഡി. ആന്റി പറയാന്റി. ആന്റി പറയാന്റി. ആന്റി പറ. ആന്റി എന്റെ സൂപ്പർ ഹീറോയുടെ പേരൊക്കെ പറഞ്ഞു. ஆண்டி நம்ம சென்னை டீம்ஸ் உங்களோட செல்லக்குட்டி சிவா பறை. ആന്റി പറ. அப்படி கேட்டுனா எனக்கு ஒருத்தரை ரொம்ப நல்லா பிடிக்கும். ஆனா நீங்க எவ்வளவு கேள்வி கேட்டாலும் நான் அது சொல்ல மாட்டேன். അതെന്താ சொல்ல മാട്ടേ? அம்மா அது என் மனசுக்குள்ளே இருக்கட்டும் அம்மா. എന്നാ പിന്നെ അതവിടെ നിക്കട്ടെ, പിന്നെ ചോദിച്ചോളാം. അമ്മുമ്മ അമ്മുമ്മ പറ. അമ്മുമ്മ ആ പേര് പറഞ്ഞാലേ ശരിയാവത്തില്ല. എനിക്ക് ഒരാളിനോട് ഒരു പൊടിക്ക് ഇഷ്ടക്കൂടലുണ്ട്, പക്ഷെ ഞാനത് പറയത്തില്ല. അമ്മുമ്മ ഈ മുഖത്ത് നോക്കിട്ട് പറ. പറൂന്ന് പറ. ആ മുഖത്ത് നോക്കിട്ട് അമ്മൂമ്മ ഒന്നും പറയാൻ പോണില്ല. അമ്മൂമ്മ ഈ കോമളമായ മുഖത്തേക്ക് നോക്കൂ. പറയൂ ശിവ. കമോൺ. അമ്മൂമ്മ ആ മനസ്സിൽ കിടന്ന് തിളക്കുന്ന പേരൊക്കെ പറ. ഇതൊന്ന് സാമ്പാർന്ന്. ചേച്ചി പടി. കേശു. കേശുവേ. അതാ പറഞ്ഞേ. ശിവമോളെ. അന്തോ അമ്മൂമ്മ. ആ കേള കേള്. പാർമോളെ. എന്താ അമ്മുമ്മ? ലച്ചുവേ. അമ്മുമ്മ അമ്മൂമ്മ അമ്മുമ്മ അമ്മൂമ്മോ നമ്മുടെ ഈ ഞാൻ പുറത്തു പോയി നോക്കിട്ട് വരാം. അമ്മുമ്മ അമ്മൂമ്മ അമ്മുമ്മ அம்மா ഈ അമ്മുമ്മ ഇത് എങ്ങോട്ട് പോയി? നിങ്ങളുടെയൊക്കെ ശല്യം കാരണേ അമ്മൂമ്മ മുങ്ങി. അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അമ്മൂമ്മ മുങ്ങി. കൺഫേം. എന്താ കോളിംഗ് ബെൽ അടിക്കുന്നു? ആന്റി കോളിംഗ് ബെൽ അടിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പറ, ഞങ്ങളും കൂടി ചിരിക്കട്ടെ. ஐயோ இந்த அம்மாவோட விஷயம் சித்து. കാര്യം പറയൂ. இல்லடா ஒண்ணும் இல்ல, நான் சிரிச்சேன் அவ்வளவுதான். ആന്റി കാര്യം പറ. இல்லப்பா, பாவல்ல அம்மா, உங்களை எல்லாம் வருத்தப்படுத்த வேண்டாம்னு நினைச்சிட்டு அங்க எங்கேயோ போய் உக்காந்துட்டு இருக்காங்க. பாவம். അമ്മൂമ്മ പുറത്തെങ്ങും ഇല്ല ഏട്ടാ, ഞാൻ നോക്കി. ആ അപ്പൊ അമ്മൂമ്മ പടവലത്തേക്ക് മുങ്ങി എന്നുള്ളത് കൺഫേം. ഇതെന്തോന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇടക്കിടക്ക് ഇങ്ങനെ കോളിംഗ് ബെൽ അടിക്കണോണ്ടല്ലേ. കാര്യം പറ. കാര്യം പറ. இல்ல, இப்போ அம்மாக்கு நான் வந்து மகள மாதிரி தானே. മകള് മാരിയല്ലേ? മകളല്ലല്ലേ? ആ പറ പറ പറ. ബാക്കി പറ. இல்ல, உங்களை பேர குழந்தைங்களை விட என்ன ரொம்ப பிடிக்கும்னு அவங்க தப்பி தவறி சொன்னானா உங்களுக்கு ரொம்ப வருத்தமாகும்ல. அது நினைச்சிட்டு அவங்க பாரமடையோ அங்க எங்கேயோ போய் உக்காந்துட்டு இருக்காங்க. കഴിഞ്ഞല്ലേ? ഉം. ഇനി മിണ്ടല്ലേ. നമ്മളെന്തോ പറഞ്ഞു? അമ്മൂമ്മ നേരത്തെ തന്നെ നോക്കിയില്ലേ? ആ നോട്ടത്തിലുണ്ട് ആരെ അമ്മൂമ്മക്ക് ഇഷ്ടമെന്ന്. നിന്നെ നോക്കിയല്ലേ നിന്റെ പൊന്നുമക്കളെ ഞാൻ കണ്ടില്ല. പക്ഷെ അമ്മൂമ്മ എന്നെ ഒരു നോട്ടം നോക്കി. അമ്മൂമ്മയുടെ നാക്കിന്റെ തുമ്പത്ത് വന്നിരിപ്പുണ്ടായിരുന്നു കേശു. പക്ഷെ വിളിച്ചില്ല, അങ്ങ് വിഴുങ്ങി. എടേ നിങ്ങൾക്കൊന്നും കാര്യം അറിയാഞ്ഞിട്ടാണ്. ഞാൻ ചെന്നൈ പോകുമ്പോഴത്തേക്കും എല്ലാ ആഴ്ചയും ഒരിക്കലും അമ്മൂമ്മ വിളിക്കും. വിളിച്ചാണില്ല 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മൂമ്മ കോള് കട്ട് ചെയ്യുക. ഞാൻ എന്ത് പഠിച്ചു, എന്ത് കഴിച്ചു, എന്റെ എല്ലാ വിശേഷവും ഫുൾ അമ്മൂമ്മയ്ക്ക് അറിയണം. അവിടുത്തെ നാട്ടു വർത്താനം, പടവലത്തെ വിശേഷം, എന്ത് കൃഷി കൊയ്തു, എല്ലാം എന്റെ അടുത്തും വിളിച്ചു പറയും. ഒരു വല്ലാത്തൊരു കണക്ഷൻ ആണ്, വല്ലാത്തൊരു കണക്ഷൻ.
ഒരു രീതി പറഞ്ഞ ഞാൻ എന്തോ അമ്മയ്ക്ക് ഒരു വീക്ക്നെസ് ആയിപ്പോയി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അമ്മുമ്മയുടെ മട്ടും ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് വെച്ച് നോക്കുമ്പോഴേ അമ്മുമ്മ ലച്ചൂസിന്റെ പേര് പറയാനാണ് സാധ്യത. നേരത്തെ കിച്ചണിൽ വെച്ചിട്ടേ അമ്മുമ്മയോട് ഒട്ടും താല്പര്യം ഇല്ലാതെ പറഞ്ഞിട്ട് പോലും അമ്മുമ്മ പ്രതികരിച്ചില്ല. ശ്രദ്ധിച്ചാ? അളിയന്റെ ഒരു ലച്ചൂസും ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതിപ്പോ എന്തോന്ന് ചെയ്യാൻ? നിങ്ങൾ ഈ കിടന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്നിട്ട് അമ്മൂമ്മയെ വിളിച്ചോണ്ടിങ്ങ് വരാം. അമ്മൂമ്മയുടെ വായിൽ എന്നെയാണ് ഇഷ്ടമെന്ന് കേട്ട് കഴിയുമ്പോ നിങ്ങളുടെ ഈ തെറ്റുകാരനെ മാറിക്കോളും. അമ്മൂമ്മ അമ്മൂമ്മ പിന്നെ ആവട്ടെ, അറിഞ്ഞിട്ടെന്റെ കാര്യം. അതല്ലെന്നേ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നോണ്ടേ ഇന്ന് പട്ടിണി കിടക്കുമെന്നൊരു ഡൗട്ട്. பட்டினி கடந்தாலும் பரவாயில்ல, இந்த விஷயத்துக்கு ஒரு முடிவு தெரிஞ்சுதான் ஆகணும். അളിയനൊരു കാര്യം ചെയ്യും, ഫുഡ് ഓർഡർ ചെയ്യും. എന്തിന്? കഴിക്കണ്ടേ? അപ്പൊ ഇവിടെ കുക്ക് ചെയ്യുന്നില്ലേ? ചാൻസ് വളരെ കുറവാണ്. പിന്നെ പാറുവേ കേശവേട്ടൻ എന്തിനാ ഇപ്പൊ ഓടിപ്പോയെന്നറിയോ? അവിടെ എവിടെങ്കിലും അമ്മൂമ്മ ഉണ്ടെങ്കിൽ അമ്മൂമ്മ ചെന്ന് കണ്ട് അവന്റെ പേര് പറയാൻ വേണ്ടിട്ടേ നല്ല പൊടിക്കൈ ഇറക്കാനാണ്. നിനക്കറിയാലോ, കേശുചേട്ടൻ ഒരു പൊടിക്കൈ വീരനാണ്. ചേച്ചി വന്നേ. കൊച്ചുമക്കളെല്ലാരും കൂടെ കാരണം അമ്മുമ്മയുടെ സമാധാനം ഒന്ന് പോയി കിട്ടി. ഫുഡ് ഓർഡർ ചെയ്യാം. ആ എവിടെ? ഇങ്ങ് വാ. ആളെ കിട്ടിയാ? എവിടായിരുന്നു കൊച്ചു ഗള്ളി? ഞാൻ ആ ശകുന്തളയുടെ വീട് വരെ പോയതാ. അവൾ ഒത്തിരി നാളുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഏത് ശകുന്തള? ഇവിടെ എനിക്കും ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയി. അമ്മൂമ്മ അതൊക്കെ വിടും. ഇനി അമ്മൂമ്മ പറ, അമ്മൂമ്മക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് പോ കൊച്ചേ അവിടുന്ന്. അമ്മുമ്മ ഇത് പറയാണ്ട് നമ്മൾ അമ്മുമ്മ വിടൂല. ഇപ്പൊ പറഞ്ഞോ? உங்களுக்கு யாரு பிடிக்கும் சொல்லுங்கம்மா, சொல்லுங்கம்மா. നീ എന്തിനാ ഇങ്ങനെ കുലുങ്ങുന്നേ? இல்லம்மா, எனக்கு இப்படி செய்யணும்னு ரொம்ப ஆசை. உங்களுக்கு யாரை பிடிக்கும்னு தெரியறதுக்கு. ஆனா நீங்க என்ன திட்டுவீங்கல்ல? ആന്റി ഒന്ന് ആദ്യം തന്നെ ഉത്തരം പറയട്ടെ, എന്നിട്ട് നമുക്ക് റിയാക്ഷൻ ഇട്ട് മരിക്കാം കേട്ടാ. സമയം തരാം. ഞാൻ പറയാം. ഞാൻ പറഞ്ഞു കഴിയുമ്പം ആരും എന്നോട് മുഖം വെറുപ്പിച്ച് കാണിക്കല്ലേ. ഇല്ല, അമ്മൂമ്മ പറ. എനിക്കിവിടെ ലച്ചു, കേശു, പാറു, ശിവ എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും എന്റെ കണ്ണിലുണ്ണികളാണ്. പക്ഷെ എന്നാലും എനിക്കൊരാളിനോട് ഇവിടെ ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാണ്. നീ എന്തിനാ ഇങ്ങനെ ഒന്ന് കുണുങ്ങുന്നേ ഇവിടെ പിള്ളേരുടെ കാര്യം പറയുമ്പോ? എന്റെ പൊന്നാന്റി പ്ലീസ്, ഇതിന് ഉത്തരം ഒന്ന് കേക്കട്ടെ. ഞാൻ പറഞ്ഞല്ല സമയം തരാന്ന്. പറമ്മ. പറയട്ടെ. എനിക്ക് ഒരു ഇച്ചിരി സ്നേഹ കൂടുതലുള്ളത് എന്റെ സിദ്ധു മോനോടാ. എന്റെ അടുത്താ? സിദ്ധു മോനോട്. ശരിക്കും? ശരിക്കും മോനെ, മോൻ ഇവിടെ വന്നു കയറിയതാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി കാര്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോനല്ലയോ. അതുകൊണ്ട് മോനോട് എനിക്ക് ഭയങ്കര സ്നേഹവും അതിലേറെ ബഹുമാനവുമാണ്. അമ്മമ്മയുടെ ഒരു കാര്യം ഇതാ പറയുന്നത്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന്. ഫാറൂസേ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അമ്മുമ്മയ്ക്ക് നിങ്ങളെല്ലാവരും തന്നെയാണ് ഇഷ്ടം. ഞാൻ വേറൊരു ഫാമിലി ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ, അപ്പൊ എനിക്ക് വിഷമമാകണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മുമ്മ അങ്ങനെ പറഞ്ഞതാ. ഇല്ലേ അമ്മുമ്മ? അങ്ങനെ പറ അമ്മുമ്മ, എന്നാലല്ലേ ഇവർക്ക് സന്തോഷാവത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആരും ഇനി പടവലം തറവാടും സ്വത്തുക്കളും ഒന്നും സ്വപ്നം കാണണ്ട. അതും അമ്മുമ്മ എനിക്ക് തരുന്നതായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അല്ലേ അമ്മുമ്മ? அப்ப அம்மா எனக்கு தரேன்னு சொன்ன 10 சென்ட் അത് ഞാനും അമ്മുമ്മയും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ അല്ലേ?